പല കാരണങ്ങൾ കൊണ്ടും പല്ലുകൾ നഷ്ടപ്പെടുന്നവർ ഏറെയാണ്. അതുകൊണ്ട് തന്നെ മാനസികമായി ബുദ്ധിമുട്ടുന്നവരും ഏറെ തന്നെ. ഇതിനെല്ലാം പരിഹാരമായി കൃത്രിമ ദന്തങ്ങൾ അഥവാ ആർട്ടിഫിഷ്യൽ ഡെഞ്ചേഴ്സ് ഇന്ന് ലഭ്യമാണ്. ഇതിൽ നിന്നെല്ലാം കുറച്ചും കൂടി അഡ്വാൻസ് ടെക്നോളജീസും നമുക്കിന്ന് ലഭ്യമാണ്. ഡോക്ടർ, ഏതെല്ലാം രീതിയിൽ നമുക്ക് പല്ലുകളെ റീപ്ലേസ് ചെയ്യാം? നമുക്കിപ്പോൾ പല്ലുകൾ പ്രായാധിക്യം കൊണ്ട് നഷ്ടപ്പെടുന്നവരാണെങ്കിൽ മോണരോഗം കാരണങ്ങളും പല കാരണങ്ങൾ കൊണ്ട് മൊത്തമായിട്ടും പല്ലുകൾ എടുത്ത് കളഞ്ഞ് പുതിയ സെറ്റ് പല്ലായിട്ട് വെക്കുകയാണെങ്കിൽ, അതായത് കംപ്ലീറ്റ് ഡെഞ്ചേഴ്സ്, വായിലെ മുഴുവൻ പല്ലുകളെയും റീപ്ലേസ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഡെഞ്ചേഴ്സ് വെക്കുന്നു. കൃത്രിമമായിട്ട് റീപ്ലേസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ഡെഞ്ചേഴ്സ് എന്നും. അതല്ലാതെ ഇപ്പോൾ രോഗങ്ങൾ മൂലമോ അല്ലെങ്കിൽ വല്ല അപകടങ്ങൾ കാരണമോ ഒന്നോ രണ്ടോ ചുരുങ്ങിയ പല്ലുകൾ നഷ്ടപ്പെടുന്നവർക്ക് പാർഷ്യൽ ഡെഞ്ചേഴ്സ്, അങ്ങനെയുള്ള രണ്ട് തരം കൃത്രിമ ദന്തങ്ങളുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ് ഡെഞ്ചേഴ്സ് എന്ന് പറയുമ്പം ഇങ്ങനെയാണ് നമുക്കത് വരുന്നത്. അതായത് നമ്മുടെ വായിലെ എല്ലാ പല്ലുകളും നീക്കം ചെയ്തതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പല്ലുകളെ, പണ്ടത്തെ നമ്മുടെ പല്ല് സെറ്റ് എന്ന് പറയുന്ന ഈ സംഭവം കംപ്ലീറ്റ് ഡെഞ്ചർ, ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി. ഇത് കൂടുതലും പ്രായമായി പല്ലുകളുടെ ബലവും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട് പല്ലുകൾ കൊഴിഞ്ഞു പോയവർക്കും ഒക്കെ ആയിട്ട് റീപ്ലേസ്മെൻ്റ് ഉള്ളൊരു കോമൺ പ്രൊസീജിയറാണ് കംപ്ലീറ്റ് ഡെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇത് യൂഷ്വലി റിമൂവബിൾ ടൈപ്പാണ്. നമ്മൾ വായിൽ വെക്കുന്നു, അത് പകലൊക്കെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം രാത്രി കിടക്കാൻ നേരത്ത് ഊരി നമ്മൾ മാറ്റി വെച്ചിട്ട് റിമൂവബിൾ ടൈപ്പ് ആയിട്ടുള്ള ഡെഞ്ചേഴ്സ് ആണ്. ഇത് നൈറ്റ് ടൈമിൽ ഊരി വെക്കണം എന്നുള്ളത് അതൊരു മാൻഡേറ്ററി ആണ്. തീർച്ചയായും, ബിക്കോസ് ഇതിനെ നമ്മൾ ഈ അണ്ണാക്കും, അതായത് നമ്മുടെ ഇത്രയും പ്രതലം കവേർഡ് ആണ്. അപ്പം അത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് വായിൽ ഉമിനീരിൻ്റെ ഉൽപ്പാദനം വളരെ കുറവാണ്. അപ്പം നമുക്ക് മ്യൂക്കോസലായിട്ടുള്ള പ്രശ്നങ്ങൾക്ക്, പൂപ്പലിനും കാര്യങ്ങൾക്കും സാധ്യത ഏറെയാണ് ഇത് രാത്രി വെച്ച് കിടന്നാൽ. അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഊരി വെച്ചിട്ട് കിടക്കുന്നതാണ് നമ്മൾ പൊതുവെ ഇൻസ്ട്രക്ട് ചെയ്യാറ് പേഷ്യൻ്റെ അടുത്ത്. ഇത് തന്നെ നമുക്ക് റിമൂവബിൾ ടൈപ്പും ഉണ്ട്, ഫിക്സഡ് ടൈപ്പും ഉണ്ട്. അതായത് നമ്മൾ എല്ലിൻ്റെ ഉള്ളിലേക്ക് സപ്പോസ് ഇതുപോലെ സ്ക്രൂസ്, ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പല്ലില്ലാത്ത മോണകളിൽ ഇതുപോലെ എല്ലിൻ്റെ ഉള്ളിലേക്ക് സ്ക്രൂസ്, അതായത് ടൈറ്റാനിയം സ്ക്രൂസ്, ഇംപ്ലാന്റ്സ് എന്ന് പറയും, ഇംപ്ലാന്റ്സ് ഘടിപ്പിച്ചതിന് ശേഷം മുകളിലും താഴെയും ജോ ബോണിലേക്ക് ഇംപ്ലാന്റുകൾ പിടിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഫിക്സ് ചെയ്ത് വെക്കുന്ന രീതിയിലും കംപ്ലീറ്റ് ഡെഞ്ചേഴ്സ് നമുക്ക് വെക്കാവുന്നതാണ്. രണ്ട് വെറൈറ്റി റിമൂവബിൾ ആൻഡ് കംപ്ലീറ്റ് ആയിട്ടുള്ള, റിമൂവബിൾ ആൻഡ് ഫിക്സഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഡെഞ്ചേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇംപ്ലാന്റ്സ് അല്ലെങ്കിൽ ഈ സ്ക്രൂസ് ഘടിപ്പിക്കുന്നത് ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാവുന്നതാണ്? പ്രായം എന്നതിനുപരി മോണയുടെ ആരോഗ്യം, അതുപോലെ എല്ലിൻ്റെ തിക്നെസ്സും കാര്യങ്ങളും, അതുപോലെ അവർക്ക് വേറെ എന്തെങ്കിലും സിസ്റ്റമിക് ഡിസോർഡേഴ്സ്, ഇപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ളവർ, അങ്ങനെ ചില കോൺട്രാൻഡിക്കേഷൻസ് ഉണ്ട്. അതല്ലാതെ നമുക്ക് പ്രായം ഒരു ഫാക്ടർ അല്ല, ബാക്കിയുള്ള ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങൾ സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇംപ്ലാന്റ്സ് ചെയ്യാവുന്നതാണ്. ഇംപ്ലാന്റ്സ് ആകുമ്പോൾ നമുക്കത് ഫിക്സഡ് ടൈപ്പിൽ ചെയ്യാം, മറ്റേതാകുമ്പോൾ നമുക്ക് ഊരി വെക്കണം. അതല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ പല്ലുകൾ ചിലപ്പോൾ ചെറുപ്പത്തിലെ പോട് വന്നിട്ടോ, അതായത് റെസ്റ്റോറബിൾ അല്ലാത്തൊരു കണ്ടീഷനിൽ അണപ്പല്ലുകളൊക്കെ എടുത്തു പോയിട്ടുണ്ടാവും, രണ്ടോ മൂന്നോ പല്ലുകൾ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പാർഷ്യൽ ഡെഞ്ചേഴ്സ് എന്ന് പറയും. അതായത് ഇതൊക്കെ നമ്മുടെ നാച്ചുറലായിട്ട് പല്ലുകൾ വായിലുണ്ടാകും. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടുള്ള ഒന്നോ രണ്ടോ പല്ലുകളെ മാത്രം റീപ്ലേസ് ചെയ്യാം. ഇതും റിമൂവബിൾ വെറൈറ്റി തന്നെയുള്ളതായിട്ടുള്ള ഡെഞ്ചറാണ്. ഇത് ഊരി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാത്രി ഊരി വെച്ചിട്ട് കിടക്കേണ്ട ഒരു റിമൂവബിൾ ആയിട്ടുള്ള ഒരു പാർഷ്യൽ ഡെഞ്ചറാണ്. നഷ്ടപ്പെട്ട പല്ലുകളെ മാത്രം, ബാക്കിയുള്ള പല്ലുകൾ എടുത്ത് കളയാതെ, ഇതിപ്പം പേഷ്യൻറ്റിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ടീത്ത് വായിൽ നിൽക്കുന്ന നഷ്ടപ്പെട്ട പല്ലുകൾ മാത്രം നമ്മൾ റിമൂവബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. ഇതും സാധ്യമാണ്. ഇതല്ലാതെ തന്നെ ഇതിന് ഫിക്സഡ് ആയിട്ട് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. സപ്പോസ് ഇപ്പോൾ നമുക്കൊരു പല്ല് നഷ്ടപ്പെട്ടു, നമ്മൾ പല്ല് നഷ്ടപ്പെട്ടു എങ്കിൽ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന, മുന്നിലും പിന്നിലും നിൽക്കുന്ന പല്ലുകളെ ഒന്ന് രാഗിയതിന് ശേഷം, ചെറുതാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ ക്യാപ്പ് കൊടുത്തുകൊണ്ട്, ഇതിനെ ബ്രിഡ്ജ് എന്നാണ് പറയുക ഈ ഒരു ഫ്രെയിം വർക്കിനെ, നമ്മൾ ഇങ്ങനെയും നമുക്ക് വെക്കാവുന്നതാണ്. ഇപ്പോൾ ഒന്നോ രണ്ടോ പല്ലുകൾ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പല്ലുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തും അപ്പുറവും ഇപ്പുറമായി നിൽക്കുന്ന ആരോഗ്യമുള്ള പല്ലുകളെ ഒന്ന് സപ്പോർട്ടിന് എടുത്തിട്ട്, അതായത് ഗ്രൈൻഡ് ചെയ്ത് ചെറുതാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ക്യാപ്പ് കൊടുത്തുകൊണ്ട് ഇതുപോലെ ബ്രിഡ്ജായിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ ഊരി വെക്കേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വായിൽ എങ്ങനെ പല്ല് നിൽക്കുന്നോ അതുപോലെ നമുക്ക് ഉറപ്പിച്ച രീതിയിൽ ഫിക്സ് ചെയ്യുന്നതാണ്. ഡെന്റൽ സിമെന്റ്സ് ഉപയോഗിച്ചിട്ട് ഡെന്റിസ്റ്റ് ഫിക്സ് ചെയ്യും. അത് റിമൂവ് ചെയ്യണമെങ്കിൽ ഡെന്റിസ്റ്റിന്റെ ഹെൽപ്പോട് കൂടെ തന്നെ പിന്നെ റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. അത് ഊരി വെക്കുക, കഴുകുക, ക്ലീനാക്കുക, അങ്ങനത്തെ ഒരു ആവശ്യം ഇതിന് വരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ രാഗി ചെറുതാക്കുന്ന, സപ്പോർട്ടിന് എടുക്കുന്ന പല്ലുകൾ രാകുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷകരമായിട്ട് ഇല്ല. പല്ലിന്റെ ആരോഗ്യത്തിന് ദോഷകരമായ രീതിയിൽ ബാധിക്കാത്ത തരത്തിലാണ് നമ്മൾ അതിന്റെ ഗ്രൈൻഡിങ് ചെയ്യുന്നത്. ഒരു എല്ലാ സർഫസിൽ നിന്ന് 2 to 3 mm ക്ലിയറൻസിലാണ് നമ്മളത് ഗ്രൈൻഡ് ചെയ്യുന്നത്. എന്നിട്ടാണ് അതിനെ ഫുൾ കവറേജ് ആയിട്ട് നമ്മൾ അഗൈൻ ക്യാപ്പ് കൊടുത്ത് അതൊരു ബ്രിഡ്ജായിട്ട് ജോയിൻ ചെയ്ത് നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ഫിക്സ്ഡ് ഡെഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ സാധാരണക്കാരന് അത് അഫോർഡബിൾ ആണോ? ഫിക്സ്ഡ് ഡെഞ്ചേഴ്സിൽ തന്നെ പല വെറൈറ്റി ഉണ്ട്. ഇപ്പോൾ നമുക്ക്
ഇതിൽ കാണിച്ചു തരാം. പണപ്പല്ലുകളൊക്കെയാണ് നഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് റേറ്റ് കുറവിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുൾ മെറ്റൽ ക്രൗൺസ് ഉണ്ട്, ഫുൾ മെറ്റൽ ബ്രിഡ്ജസും ചെയ്യാം. ഇത് താരതമ്യേന വളരെ ചിലവ് കുറഞ്ഞൊരു പ്രൊസീജിയറാണ്. ഇനി അതുമല്ലെങ്കിൽ നമുക്ക് കാണുന്ന വശങ്ങൾ മാത്രം, ഇപ്പം നമ്മൾ ചിരിക്കുമ്പോൾ കാണുന്ന വശങ്ങൾ മാത്രം പല്ലിൻ്റെ കളറും അകവശം മെറ്റലും ആയിട്ടുള്ളത്, അതും താരതമ്യേന ചിലവ് കുറവാണ്. അതേസമയം ഫുള്ളായിട്ട് പല്ലിൻ്റെ കളർ വരുമ്പോഴാണ് നമുക്ക് ഇത്ര റേറ്റ് കൂടുന്നത്. അതായത് സിറാമിക് വെറൈറ്റി, അതിലും തന്നെ പല വെറൈറ്റി ഉണ്ട്. ഞാൻ നേരത്തെ കാണിച്ചതിൽ ഇത് രണ്ടും നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ഒരുപോലെ തോന്നും, എല്ലായിടും പല്ലിൻ്റെ കളർ, ആ സ്റ്റീലൊന്നും എവിടെയും കാണുന്നില്ല. പക്ഷെ ഇതിൻ്റെ അണ്ടർ സർഫസ് ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ഇവിടെ ഇതിലൊന്നും മെറ്റലേ ഉപയോഗിച്ചിട്ടില്ല. ഇത് മെറ്റൽ ഫ്രീ സിറാമിക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് കമ്പാരിറ്റീവ്ലി കുറച്ച് കോസ്റ്റ്ലി ആണ്. അതായത് നമുക്ക് മെറ്റലിനോട് അലർജി ഉള്ളവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. പൊതുവെ ജിഞ്ചവൽ എല്ലാം അഡ്ജസ്റ്റൻ ടിഷ്യൂസിനോടൊക്കെ വളരെ കമ്പാറ്റബിൾ ആണ്. ഈ വർക്ക് ഒന്നുകൂടെ കുറച്ചുകൂടെ നല്ലതാണ്. ഇതിലെന്ന് പറഞ്ഞാൽ പുറത്തെവിടെയും മെറ്റൽ കാണുന്നില്ലെങ്കിൽ പോലും ടൂത്ത് ഫിക്സ് ചെയ്യുന്ന അണ്ടർ സർഫസിലേക്ക് ഒരു ചെറിയ മെറ്റൽ കോപ്പിംഗ് ഉണ്ടാവും. ഇത് പുറത്തേക്ക് കാണില്ല, കാഴ്ചയിൽ പുറത്തുനിന്ന് ഒരുപോലെ ഇരിക്കും, പക്ഷെ അതിൻ്റെ റേറ്റിലും കാര്യങ്ങളും മാറ്റമുണ്ട്. ഫുൾ സിറാമിക് ആയിട്ടുള്ളത് മെറ്റൽ ഫ്രീ സിറാമിക്കിന് കമ്പാരിറ്റീവ്ലി ഇത്തിരി റേറ്റ് കൂടുതലായിരിക്കും. ഈ മെറ്റൽ അലർജി കൂടുതലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒത്തിരി റിപ്പോർട്ട് ചെയ്യാൻ മെറ്റൽ അലർജി എന്ന് പറയുന്നത് ജിഞ്ചൈവ ഇതിനോട് ചേർന്നിരിക്കും. ജിഞ്ചൈവ അതായത് മോണ, ഈ നമ്മൾ പല്ല് വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ചുറ്റും മോണയുണ്ട്. ഈ മോണ മെറ്റൽ ഫ്രീ സിറാമിക്കിനോട് പക്ക അഡ്ജസ്റ്റ് വളരെ ചേർന്നിരിക്കും. ചിലരിൽ മാത്രം മറ്റേതിൽ റെസഷനുള്ള ചാൻസസ് കൂടുതലാണ്. റെസഷൻ എന്ന് പറയുമ്പോൾ മോണ ഇറങ്ങിപ്പോകും, ഇതിനകത്ത് ചെറുതായിട്ടൊന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് പോകാൻ കാലക്രമേണ പോകാനുള്ളൊരു ടെൻഡൻസി കാണിക്കാറുണ്ട് ചിലരിൽ. പിന്നെ നമുക്ക് വെക്കാവുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചിലരിൽ പിന്നാക്കം പല്ലുകൾ ഉണ്ടാവില്ല. അപ്പം നമ്മൾ അപ്പുറവും ഇപ്പുറവും സപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു. അതായത് ഇപ്പം ഇങ്ങനെ രണ്ട് പല്ല് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പുറവും ക്യാപ്പ് കൊടുത്ത് ബ്രിഡ്ജ് ഫിക്സ് ചെയ്യുന്നു. ചില കേസസിൽ മുന്നിൽ പല്ലുകൾ ഉണ്ടാവും, പുറകോട്ട് പല്ലുകളെ ഉണ്ടാവില്ല. ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ഇങ്ങനെ. നമുക്ക് മുന്നിലുള്ള പല്ലുകളെ, സപ്പോസ് ആരോഗ്യമുള്ള രണ്ട് പല്ലിനെ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം അതിൽ ക്യാപ്പിംഗ് ചെയ്യുക. അതിനുശേഷം അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് ഇങ്ങനെ നമുക്ക് പല്ല് വെക്കാവുന്നതാണ്. ഇതിൽ സെയിം, ഇത് ഈ പോർഷൻ ഫിക്സഡും ഇത് റിമൂവബിൾ ആയിരിക്കും. ഇത് നമുക്ക് ക്ലീൻ ചെയ്ത് പിടിപ്പിക്കാവുന്നതാണ്. രാത്രി സമയങ്ങളിൽ ഇതും ഊരി വെക്കേണ്ടതാണോ? അങ്ങനെ നിർബന്ധമില്ല, പക്ഷെ ഊരി വെച്ചാൽ നല്ലതാണ്. ഇല്ലെങ്കിൽ നമ്മൾ എടുത്ത് ഇടയ്ക്ക് കഴുകി വൃത്തിയാക്കിയാലും മതി. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഊരി പോരാനുള്ള ടെൻഡൻസി ഒക്കെ വളരെ കുറവാണ്, വളരെ ടൈറ്റ് ആയിട്ട് ഇരുന്നോളും. മാത്രമല്ല പുറകിലേക്ക് പല്ലില്ലാത്ത കേസസിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നമുക്ക് എല്ലാ ചവയ്ക്കാനും എല്ലാത്തിനും വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇത്. ഫിക്സ്ഡ് നമ്മൾ FPDs അല്ലെങ്കിൽ ഫിക്സ്ഡ് പാർഷ്യൽ ഡെഞ്ചേഴ്സ് വെക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് റിവ്യൂസ് വരുന്നുണ്ടോ? എങ്ങനെയാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഡെന്റൽ വിസിറ്റ് നടത്തി അത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതായത് നമ്മൾ ഫിക്സ്ഡ് പാർഷ്യൽ ഡെഞ്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലീനിങ്ങും ഇപ്പോൾ ടൂത്ത് ബ്രഷിങ്ങും ഒക്കെ ആണെങ്കിൽ നാച്ചുറലായിട്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു അതുപോലെ ചെയ്യണം. ചിലവർ ഇത് തൊട്ടാൽ ഇത് കേടാവും അല്ലെങ്കിൽ പ്രശ്നം വരുമെന്ന് വെച്ച് ഇത് വെച്ചതാ പല്ലാണല്ലോ വെച്ചാൽ അവിടെ തൊടാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പ്ലാക്കിൻ്റെ അക്യുമുലേഷൻ കൂടുകയും മോണരോഗം വരികയും അത് ഫെയിലിയറിന് ചാൻസസ്, അതായത് മോണരോഗം വന്നിട്ട് പല്ലിളകുകയും ബ്രിഡ്ജ് പോരാനൊക്കെ ചാൻസസ് ഉണ്ട്. അതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല.